ചില ഓർമ്മകൾ വീട്ടുകാർക്ക് എന്നും തീരാ വേദനയാണ്. ഞാൻ 56 വർഷം പഴക്കമുള്ള ഒരു ഫോട്ടോ കാണിക്കാം. കണ്ടില്ലേ? ഈ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ EM തോമസ്. അന്ന് 21 വയസ്സാണ് പ്രായം. ഇദ്ദേഹം സൈനികനാണ്. വിമാനാപകടത്തിൽ കാണാതായ ആൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. പത്തനംതിട്ട റാന്നി വയലത്തലയിലാണ് EM തോമസിൻ്റെ വീട്. എന്തുകൊണ്ടിപ്പോൾ ഈ EM തോമസിൻ്റെ കാര്യം പറയുന്നു എന്ന് വെച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ദിവസം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. 56 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിമാനാപകടം സംഭവിച്ചു. ആ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികൻ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായിട്ടുള്ള തോമസ് ചെറിയാൻ, അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടുകിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വാർത്ത. അതേ വിമാനാപകടത്തിലാണ് ഫോട്ടോയിൽ കാണുന്ന EM തോമസിനെ കാണാതായത്. EM തോമസ് അന്ന് സൈനികത്തിൽ സേവനമനുഷ്ഠിക്കാൻ പോകുമ്പോൾ 21 വയസ്സായിരുന്നു പ്രായം. വീട്ടിൽ EM തോമസും അദ്ദേഹത്തിൻ്റെ സഹോദരിയും, അവർക്ക് 2 മക്കളാണ് മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ ഒരു പെങ്ങൾ USA-യിലാണ്, മോളി വർഗീസ്. സഹോദരൻ്റെ, അതായത് EM തോമസിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകൾ റോസമ്മ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ എലന്തൂരിലെ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണും. നിങ്ങൾക്കും ഒരു പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. സഹോദരനെ ഒന്ന് കാണാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയുമാണ്. സന്തോഷമുണ്ട്, അതോടൊപ്പം സങ്കടവുമുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷയിലിരിക്കുന്നു. ഇപ്പം കിട്ടും, ഇപ്പം കേൾക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങളിരിക്കുകയാണ്. EM തോമസിനെ പറ്റി അന്ന് കാണാതായതിനു ശേഷം എപ്പോഴെങ്കിലും സൈന്യത്തിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും പെൻഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അനിയനൊരു ജോലി കിട്ടിയായിരുന്നു. അന്ന് ആ വിമാനത്തിൽ 90-ലധികം സൈനികരുണ്ടായിരുന്നു. 98 പേർ ജോലിക്കാരും. അന്നത്തെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? എനിക്ക് 9 വയസ്സേ ഉള്ളൂ. അന്നത്തെ ആ ഓർമ്മ വെച്ച് വന്ന് യാത്ര വിധിച്ചൊക്കെ പോകുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നീട് അന്ന് എങ്ങനെയാണ് വിവരം അറിഞ്ഞത്? എങ്ങനെയാണ് വിവരം അറിഞ്ഞ അന്ന് 9 വയസ്സുള്ളപ്പോഴത്തെ വിവരം ഇല്ലയോ? പോയി അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പറഞ്ഞിരുന്ന കരയുമ്പോൾ ഞാൻ ഓർക്കും. പോയി എന്ന് പറയുമ്പോൾ മരിക്കുന്നത് നമ്മുടെ വീടുകളിൽ മരിച്ചാൽ കാണുന്നത്. ഇപ്പോൾ ഇതെന്താന്ന് അന്നൊന്നും അറിവില്ലായിരുന്നു. എങ്കിലും പിന്നെ മനസ്സിലായി മരിച്ചു പോയതാ, പ്ലെയിൻ കാണാതായല്ലോ, അപ്പം മരിച്ചു പോയെന്നൊരു. അന്ന് വിമാനാപകടം സംഭവിച്ചു, ആളെ കാണാതെ എന്നുള്ള വിവരം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ആൾ ജീവിച്ചിരിപ്പുണ്ടോ, പിന്നെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇല്ല, എന്നാലും 56 വർഷമായില്ലയോ, അപ്പോൾ മരിച്ചു പോയെന്ന് തന്നെ നമ്മൾ ഹൃദയം കൊണ്ടങ്ങ് വിശ്വസിച്ചു. പക്ഷെ എങ്കിലും ഇപ്പോഴും മനസ്സിൽ ഒരു കാണാം, ബോഡിയെങ്കിലും ഒന്ന് കാണാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. EM തോമസിൻ്റെ കുടുംബാംഗങ്ങൾ അവരും ദുഃഖാർത്തരാണ്. കാരണം ഇലന്തൂരിൽ നിന്നും ഇന്ന് ഒരു വാർത്ത ലഭിച്ചു. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അതേ വിമാനാപകടത്തിൽ തന്നെ കാണാതായിട്ടുള്ള തങ്ങളുടെ കുടുംബാംഗത്തിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ കൂടി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെ അനിയൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണല്ലേ? വലിയ പ്രതീക്ഷയാണ്, കിട്ടണേന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ മനസ്സിലെപ്പോഴും ഒരു വിഷമമായിട്ട് അത് കിടക്കും അല്ലേ? ശരിയാ. അനിയനും ഫാദറും മദറും എല്ലാം ആഗ്രഹിച്ചു കാണണം, അവർക്കതൊത്തില്ല. ഇനിയൊരു പെങ്ങളുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അവർ USA-ലാണ്. വരികയാണെങ്കിൽ അവർ വരും. EM തോമസിൻ്റെ കുടുംബാംഗങ്ങളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു വിവരം സൈന്യത്തിൽ നിന്നും തങ്ങൾക്കും എന്തെങ്കിലും ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് ഈ കുടുംബാംഗങ്ങൾ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.